ജനറേറ്റീവ് AI ഉപയോഗിച്ച് ടെക്സ്റ്റിനെ ഓഡിയോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. അതിൽ മിക്കവാറും എല്ലാ ടൂളുകളും പെയ്ഡ് ഓപ്ഷൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഒരു ഫ്രീമിയം ആയിരിക്കും ലിമിറ്റഡ് കേപ്പബിലിറ്റീസിൽ. നമ്മൾ പക്ഷേ ഇപ്പോൾ മെറ്റ AI തരുന്ന ഏറ്റവും വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമ്മൾക്ക് മെറ്റ AI ഉപയോഗിച്ച് ഇത് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ മെറ്റ AIയിൽ നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു AI ഡെമോസ് എന്നൊരു സെക്ഷനുണ്ട്. AI ഡെമോസിൽ ക്ലിക്ക് ചെയ്യുക. AI ഡെമോസിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മെറ്റ AI ഓഫർ ചെയ്യുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള എക്സ്പെരിമെൻറ്റുകൾ നമ്മൾക്കിവിടെ യൂസ് ചെയ്ത് നോക്കാൻ പറ്റും. അതിൽ ഓഡിയോ ബോക്സ് എന്ന ഫീച്ചറിൽ ക്ലിക്ക് ചെയ്യുക. സോ അഗെയിൻ യു വിൽ ബി ടേക്കൻ ടു എ ന്യൂ സ്ക്രീൻ. അവിടെ വീണ്ടും ട്രൈ ഇറ്റ് നൗവിൽ ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് എനിവേർ ടു സ്റ്റാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇൻട്രോ സ്കിപ്പ് ചെയ്യാം. ദാറ്റ് ഈസ് എൻ ഓഡിയോ. നമുക്കത് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്കുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ക്യാൻ ക്രിയേറ്റ് എ ന്യൂ സ്റ്റോറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് ഫ്രം സ്ക്രാച്ച് നമ്മൾ ബിൽഡ് ചെയ്യുന്നതാണ്. പിന്നെ ഓൾറെഡി ഉള്ള ഓപ്ഷൻസ് ദാറ്റ് വിൽ ബി ലൈക്ക് എ ഗൈഡഡ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഫീച്ചേഴ്സ് മനസ്സിലാക്കി കഴിയുമ്പോൾ അത് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമാവും. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ ക്രിയേറ്റ് എ ന്യൂ സ്റ്റോറി എന്നൊരു ഓപ്ഷനിലേക്കാണ് പോകുന്നത്. സോ ക്ലിക്ക് ഓൺ ദിസ്. അപ്പോൾ ഇനി നമ്മൾക്ക് ഫ്രം സ്ക്രാച്ച് നമ്മളുടെ ടെക്സ്റ്റ് കൊടുത്ത് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ നമുക്ക് ലെറ്റ്സ് സേ നമ്മളുടെ ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മളുടെ തന്നെ ടെക്സ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇവിടെ 2 എലമെൻ്റാണ്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഇൻ്റർഫേസ് ആണിത്. 2 എലമെൻറ്റ്സ് ആണ് ആക്ച്വലി ഉള്ളത്. നമ്മൾ സാധാരണ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്താ, ടെക്സ്റ്റ് ടു ഓഡിയോ, അതാണ് സ്പീച്ച് എന്ന ഓപ്ഷനിൽ വരുന്നത്. പക്ഷേ നമ്മൾക്ക് സൗണ്ട് എഫക്ട്സ് കൂടി കൊടുക്കാൻ സാധിക്കും. അതെങ്ങനെയാണെന്ന് നമുക്ക് കാണാം. സോ ആദ്യം നമ്മളുടെ സ്ക്രിപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ലെറ്റ്സ് ഡു ആഡ് സ്പീച്ച്. അപ്പോൾ ആഡ് സ്പീച്ച് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ഒരു എന്താ പറയുക, ഒരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജിലായതുകൊണ്ട് തന്നെ നമ്മൾക്ക് 2 വോയിസുകളാണ് നമ്മൾക്ക് നിലവിലുള്ളത്. രജിസ്റ്റർ എ ന്യൂ വോയിസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് യു ക്യാൻ എന്താ പറയുക, അതിൻ്റെ ഡിസ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് നമ്മൾക്ക് വേണമെങ്കിൽ പുതിയൊരു വോയിസ് ക്രിയേറ്റ് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ട് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് 2 വോയിസുകൾ ഉപയോഗിച്ചിട്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. സോ യു ക്യാൻ ഇനി നമ്മളുടെ സ്ക്രിപ്റ്റ് കൊടുക്കേണ്ട സമയമാണ്. അപ്പോൾ 125 ക്യാരക്ടേഴ്സാണ് ഒരു സ്പീച്ച് സെഗ്മെൻറ്റിൽ കൊടുക്കാൻ പറ്റുന്നത്. സോ ഐ ഹാവ് ഓൾറെഡി ക്രിയേറ്റഡ് എ സ്ക്രിപ്റ്റ്. അത് ഞാനത് ഫുള്ളായിട്ട്, അതായത് ഒരു എൻ്റെയർ ഒരു 30-40 സെക്കൻഡ് റീലിനുള്ള സ്ക്രിപ്റ്റാണ്. അപ്പോൾ അതിൻ്റെ മുഴുവൻ ഭാഗങ്ങളും ഞാൻ കോപ്പി ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് ഞാൻ അതിനെ ഒന്ന് ട്രിം ചെയ്ത് ഫസ്റ്റ് ഒരു പോർഷൻ മാത്രമായിട്ട് ആഡ് ചെയ്യുന്നു. സോ ഫസ്റ്റ് സെൻറ്റൻസ്, എവർ വണ്ടേർഡ് ഹൗ AI അണ്ടർസ്റ്റാൻഡ്സ് വാട്ട് വി നീഡ്, ലെറ്റ്സ് ഡൈവ് ഇൻ. So I am going to click on generate. So it is as simple as that. നമ്മൾ നമ്മുടെ ടെക്സ്റ്റ് കൊടുക്കുക, വോയിസ് ഇവിടെ നിന്ന് ചൂസ് ചെയ്യുക, ഇടില്ല. അപ്പോൾ ഇവിടെ 2 വോയിസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് മൾട്ടിപ്പിൾ സ്പീച്ച് കമ്പോണൻസ് ആഡ് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ട്, ദാറ്റ് വിൽ സീ നൗ, സാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾക്ക് ആക്ച്വലി ഇത് എന്താ പറയുക, വളരെ രസകരമായിട്ട് ഇത് ഉപയോഗപ്പെടുത്തിയെടുക്കാൻ സാധിക്കും. ആൻഡ് ഈ ഓഡിയോയിൽ തന്നെ അത് പറയുന്ന രീതി കൊണ്ട് 2 വേരിയേഷൻസ് നമുക്ക് തരുന്നുണ്ട്. യു ക്യാൻ ക്ലിക്ക് ഓൺ ദിസ് ആൻഡ് സീ ദിസ്. Ever wondered how I understands what we need? Let's dive in. Ever wondered how I understands That is the first version. We need? Let's dive in. And the second version. Ever wondered how I understands what we need? Let's dive in. Okay. ഇവിടെ AI എന്നുള്ള വാക്ക് പോലും ആക്ച്വലി ഐ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ സാധാരണഗതിയിൽ മലയാളത്തിലാണ് മറ്റ് ടൂളുകളിൽ ഈ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഇവിടെ പക്ഷേ അവിടെ തന്നെ ഒരു ചെറിയ ഇഷ്യൂ വരുന്നുണ്ട്. നമുക്കത് അടുത്ത സ്റ്റേജിൽ നമുക്കത് പഠിക്കാം എങ്ങനെ ഇത് റെക്ടിഫൈ ചെയ്യണം എന്നുള്ളത്. സോ ആഡ് ദ സെലക്റ്റഡ് സ്റ്റോറി ടു സെലക്റ്റഡ് ഓഡിയോ ടു യുവർ സ്റ്റോറി എന്നാണ്. ഞാൻ ഐ എം ഗോയിങ് ടു ഗോ വിത്ത് ദ ഫസ്റ്റ് വൺ. ആൻഡ് ഇതൊരു എക്സ്പെരിമെൻ്റ് കൂടിയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മളിത് പിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഏത് വേരിയേഷനാണ് കൂടുതൽ ആൾക്കാർ പിക്ക് ചെയ്യുന്നത് എന്നൊക്കെ ബേസ് ചെയ്തിട്ട് അവരിത് ലേണിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരിക്കും. സോ ക്ലിക്ക് ഹിയർ ആൻഡ് നൗ നമ്മളുടെ ടൈം ലൈനിലേക്ക് ഇത് വന്നു. ഇത് സാധാരണ നമ്മുടെ ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന രീതിയിലുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് അടുത്ത സെഗ്മെൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്ത സെഗ്മെൻറ്റ് ആഡ് ചെയ്യണമെന്നെങ്കിൽ നമുക്ക് സ്ക്രിപ്റ്റ് വേണം. അപ്പോൾ നമുക്ക് സ്ക്രിപ്റ്റിലേക്ക് തിരിച്ചു പോകാം. അതിന് മുമ്പ് ലെറ്റ്സ് ഡു എ സൗണ്ട് എഫക്റ്റ്. അപ്പോൾ ഈ സൗണ്ട് എഫക്റ്റിന് വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി മെറ്റ AIയിൽ ഞാനൊരു പ്രോംപ്റ്റ് റൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ ഈ എൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തു. സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഞാൻ ഇതിന് വേണ്ടിയിട്ട് സൗണ്ട് എഫക്റ്റ് പ്രോംപ്റ്റുകൾ തരാൻ പറഞ്ഞു. സോ ജസ്റ്റ് നമുക്ക് ലെറ്റ്സ് ട്രൈ വിത്ത്
ദിസ് വൺ. ഓക്കെ, ഞാൻ അതിൻ്റെ ഫസ്റ്റ് സീനിന് വേണ്ടിയിട്ട്, ഫസ്റ്റ് സെൻറ്റൻസിന് വേണ്ടിയിട്ട് ഇത് ബിൽഡ് ചെയ്താണ്. ഞാൻ ജസ്റ്റ് സ്ക്രിപ്റ്റ് കൊടുത്തു. അപ്പോൾ അതിനെ 5 സ്ക്രിപ്റ്റുകളായിട്ട്, 5 ഇൻട്രോ ആൻഡ് 4 സീനുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അതൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് വേണ്ടിയിട്ടുള്ള സൗണ്ട് എഫക്റ്റിന് വേണ്ടിയിട്ടുള്ള പ്രോംപ്റ്റുകളാണ് തന്നത്. മെറ്റ AI തന്നെയാണ് തന്നത്. സോ ലെറ്റ്സ് സീ ഇഫ് ദാറ്റ് വർക്ക്സ്. അപ്പോൾ നമ്മൾക്ക് ആഡ് സൗണ്ട് എഫക്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇവിടെ ആക്ച്വലി നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഫ്യൂച്ചറിസ്റ്റിക് സൗണ്ട് അല്ലെങ്കിൽ ഒരു നേച്ചർ സൗണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ് വിൽ ക്രിയേറ്റ് ദാറ്റ് സൗണ്ട്. ഇപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ലെറ്റ്സ് എക്സ്പെരിമെൻറ്റ് വിത്ത് ബേർഡ്സ് chirping in morning. Okay, so let's click on generate. ഇത് ആക്ച്വലി നമ്മൾ ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളുടെ അജണ്ടയിലുള്ളതിനേക്കാൾ ഒരു സ്റ്റെപ്പ് കൂടി കടന്ന് ഉള്ളൊരു ഫങ്ഷനാലിറ്റിയാണിത്. നമ്മൾക്ക് ഡയറക്റ്റ്ലി ടെക്സ്റ്റ് ടു ഓഡിയോ ആണ് ചെയ്യേണ്ടത്, പക്ഷേ ഇവിടെ ഇങ്ങനൊരു ഫീച്ചർ കൂടി ഉണ്ട്. സോ വെൻ യു ആർ ക്രിയേറ്റിംഗ് ആക്ച്വലി ഔട്ട്പുട്ടിനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് ഉപയോഗിക്കാം. സോ ലെറ്റ്സ് ലിസൺ ടു ദിസ്. See, this is a very beautiful thing. Okay. So, പക്ഷേ നമ്മളുടെ ഓഡിയോയിലേക്ക് ഇത് മാച്ച് ആകുമോ എന്നറിയില്ലല്ലോ. അതുകൊണ്ട് ലെറ്റ്സ് ക്ലിക്ക് ഓൺ ബാക്ക് ആൻഡ് ആഡ് സൗണ്ട് എഫക്റ്റ്. നമ്മളുടെ ക്രിയേറ്റ് എ ഫ്യൂച്ചറിസ്റ്റിക് പൾസിങ് ഹം സൗണ്ട് എഫക്റ്റ് ടു റെപ്രസെൻറ്റ് AI തിങ്കിങ്. സോ ലെറ്റ്സ് സീ ഹൗ ദാറ്റ് ഹാപ്പൻസ്. മറ്റേത് കമ്പാരിറ്റീവ്ലി എളുപ്പമായിരുന്നു. ഇതെങ്ങനെയാണ് ഈ ഒരു ജനറേറ്റീവ് AI ടൂൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻ ദ മീൻ ടൈം ഞാൻ ജസ്റ്റ് നമ്മളുടെ നെക്സ്റ്റ് സെൻറ്റൻസ് ഒന്ന് ഗ്രാബ് ചെയ്ത് വെക്കാം, സോ ദാറ്റ് നമ്മൾക്ക് അടുത്ത സ്ക്രിപ്റ്റ് പോർഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. Okay, it's here. That is the first option. Okay, I like the second one, so I'm going to add this to the story. അപ്പോൾ ഇത് കണ്ടോ, സ്റ്റോറി ഒരു സെപ്പറേറ്റ് ട്രാക്കായിട്ടാണ് ആഡ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് പ്ലേ ദിസ് ആൻഡ് സീ ഹൗ ദിസ് comes together. Ever wondered how I understands what we need? Let's dive in. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ആക്ച്വലി ഈ എലമെൻറ്റ്സ് ഒക്കെ എഡിറ്റ് ചെയ്യാൻ പറ്റും. സി, സോ യു ക്യാൻ സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് സൗണ്ട് എഫക്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് അതിനെ എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് ബേസിക് ഒരു എഡിറ്റിംഗ്, അത് ബിൽഡ് ചെയ്ത് തന്ന ഇത്രയും സമയം തന്നെ ഇവിടെ അത് ഇൻസേർട്ടഡ് ആവും എന്നതാണ് ഇതിൻ്റെ ഒരു ഇഷ്യൂ. ലെറ്റ്സ് സീ ഹൗ ടു റിസോൾവ് ദാറ്റ്. അപ്പോൾ വി ആർ ഗോയിങ് ടു ആഡ് എ സ്പീച്ച് എലമെൻറ്റ്. നമ്മൾ ഓൾറെഡി നമ്മുടെ രണ്ടാമത്തെ സെൻറ്റൻസ് പിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഐ എം ക്ലിക്കിംഗ് ഓൺ ജനറേറ്റ്. ഐ എം യൂസിങ് ദ സെയിം വോയിസ്. ഒരേ ആൾ തന്നെ പറയുന്ന രീതിയിലാണ് ഈ സ്ക്രിപ്റ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഐ എം യൂസിങ് ദ സെയിം വോയിസ് ഫോർ കൺസിസ്റ്റൻസി. ആൻഡ് ഇവിടെയും നമുക്ക് 2 ഓപ്ഷൻസ് കിട്ടും. ലെറ്റ്സ് ഹിയർ ദിസ്. It all starts with a prompt, a simple message or question we give to I. Okay, so what we are going to do is നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യം ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. നമുക്ക് വിൽ ഗോ ബാക്ക്, വിൽ ആഡ് സ്പീച്ച്. ഇവിടെ നമുക്ക് AI എന്നുള്ളതിൽ നമുക്കൊരു സ്പേസ് കൊടുത്ത് നോക്കാം ആൻഡ് ക്ലിക്ക് ഓൺ ജനറേറ്റ്. Okay, so let's play this. It all starts with a prompt, a simple message or question we give to I. Still, it's giving that results. So, മലയാളത്തിലാണെങ്കിൽ നമുക്ക് AI എന്ന് എഴുതിയാൽ it will do that trick. പക്ഷേ
ലെറ്റ്സ് ഗോ വിത്ത് ദിസ്. അല്ലെങ്കിൽ നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് കൊടുത്ത് നോക്കണം. ഓരോ മോഡലിനും വ്യത്യാസങ്ങളുണ്ട്. സോ എഗെയിൻ നമുക്കിത് വെച്ചിട്ടൊന്ന് മുന്നോട്ട് പോയി നോക്കാം. അപ്പോൾ ആ സൗണ്ട് എഫക്റ്റ് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ലെങ്ത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. സോ സൗണ്ട് എഫക്റ്റ് ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ടോട്ടൽ ലെങ്തിലേക്ക് തന്നെ വരും, അത് ഓട്ടോമാറ്റിക്കലി. അപ്പോൾ നമുക്കത് അഗെയിൻ ഇതൊരു എക്സ്പെരിമെൻ്റൽ സ്റ്റേജ് ആണ്, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. സോ ലെറ്റ്സ് പ്ലേ ദ എൻ്റയർ തിങ്. Ever wondered how I understands what we need? Let's dive in. It all starts with a prompt, a simple message or question we give to us. ഇവിടെ മറ്റ് ടൂളുകളൊക്കെ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുന്നൊരു ടൂൾ കൂടി ആയതുകൊണ്ട് പറയുന്നത്, നമുക്കിവിടെ ആക്ച്വലി ഇതിന് വേണ്ട ഒരു പോസ് ഉണ്ടല്ലോ, സ്പേസിങ് ഒക്കെ ആക്ച്വലി അത് വളരെ നന്നായിട്ട് കമ്പാരിറ്റീവ്ലി ബെറ്ററായിട്ട് മെറ്റ AI ചെയ്തിട്ടുണ്ട്. മറ്റ് ടൂളുകളിലൊക്കെ നമുക്ക് പോസൊക്കെ നമ്മൾക്ക് കൺട്രോൾ ചെയ്യാം എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ്. ഇവിടെ അങ്ങനെ യാതൊരു കൺട്രോൾ അല്ലെങ്കിൽ എഡിറ്റിംഗ് ഓപ്ഷൻസും നമുക്കില്ല. പക്ഷേ അത്യാവശ്യം നല്ല രീതിയിൽ ആ സ്പേസിങ് കൊടുത്ത് പോയിട്ടുണ്ട്. അത് ആക്ച്വലി ആ വോയിസ് അവർ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വോയിസ് ഓപ്ഷൻസ് തരുന്നത് കൊണ്ടാണ് ആക്ച്വലി അത് വളരെ കൃത്യമായിട്ട് ചെയ്യാൻ ഒരുപക്ഷെ പറ്റുന്നത്. എനിവേ, for starters, this is a great experiment. So let's download this. Click on download and it will be downloaded ആസ് എ വേവ് ഫയൽ. വേവ് എന്ന് പറയുന്നത് ഓഡിയോയുടെ ഒരു വേരിയേഷൻ ആണ്. സാധാരണ MP3 ഫയൽസ് ആയിട്ടാണ് വരിക. വേവ് ഫയൽ ഇസ് ഓൾസോ ദെയർ, WAV എന്ന എക്സ്റ്റൻഷനിൽ. സോ വി ക്യാൻ യൂസ് ദിസ്. വാട്സപ്പിലൊക്കെ നമുക്കിത് അപ്ലോഡ് ചെയ്യാൻ സാധിക്കും. സോ ദ വേവ് ഫയൽ ഇസ് ഹിയർ. ലെറ്റ്സ് ക്ലിക്ക് ഓൺ ദാറ്റ് ആൻഡ് പ്ലേ ദാറ്റ് ഇൻ അവർ കമ്പ്യൂട്ടർ. Ever wondered how I understands what we need? Let's You might not be seeing the screen, പക്ഷേ ഓഡിയോ കേൾക്കാം എന്ന് വിചാരിക്കുന്നു. So that's it. ഇങ്ങനെയാണ് മെറ്റ AI ഉപയോഗിച്ച് നമ്മൾക്ക് വളരെ സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഈ ഒരു സൗണ്ട് എഫക്റ്റിൽ നമുക്കിതിൻ്റെ ഡ്യൂറേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ ഒരു എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു എന്നൊന്നും നോക്കുന്നതിനപ്പുറത്തേക്ക് നമുക്കത് ഉപയോഗപ്പെടുത്തി എടുക്കാൻ ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഇവിടെ തൽക്കാലം നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ഏജൻറ്റിനെ ഉപയോഗിച്ച്, അതായത് അവൈലബിൾ ആയിട്ടുള്ള വോയിസ് ഉപയോഗിച്ചിട്ട് നമ്മളുടെ ടെക്സ്റ്റ് ജനറേറ്റ് ചെയ്യുക. പിന്നെ നമുക്ക് ക്യാൻവയിലോ ഏതെങ്കിലും ഒരു ടൂളിൽ നമ്മളിത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ആഡ് എ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, എന്നിട്ട് അതിൻ്റെ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. വിൽ സീ ദാറ്റ് ലേറ്റർ ആൻഡ് വി ഗോ ഫോർ വീഡിയോ ആൻഡ് ഓൾ. നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. സോ മെറ്റ AIയിലേക്ക് പോവുക, AI എക്സ്പെരിമെൻറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക, AI ഡെമോസിൽ ക്ലിക്ക് ചെയ്യുക, അവിടെയുള്ള ഓപ്ഷൻസിൽ നിന്ന് ഓഡിയോ ബോക്സ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ദെൻ പ്രൊസീഡ് ചെയ്തിട്ട് നമ്മൾക്ക് ആഡ് സ്പീച്ച് എന്ന കമ്പോണൻറ്റ് ഉപയോഗിച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ഫ്രം സ്ക്രാച്ച് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ ആഡ് സ്പീച്ച് എന്നുള്ള ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം. 2 വോയിസ് ഇവിടെ ഡീഫോൾട്ടായിട്ട് അവൈലബിൾ ആണ്. അതിലൊരെണ്ണം ചൂസ് ചെയ്യുക, ടെക്സ്റ്റ് കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി അതിൻ്റെ സ്പേസിങ് കാര്യങ്ങളെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾക്ക് വോയിസ് കിട്ടും. ഓരോന്നിലും നമുക്ക് ക്യാരക്ടർ ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ട് ഫുൾ നമ്മുടെ സ്ക്രിപ്റ്റ് ഒരുമിച്ച് കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾക്ക് മൾട്ടിപ്പിൾ കമ്പോണൻസ് വെച്ചിട്ട് യു ക്യാൻ ക്രിയേറ്റ് an audio, and that is how you convert your text into audio with Meta AI.